ഒരു ചെറിയ സമയം കിട്ടിയാൽ ആ സമയം ഭൗതികമോ അഭൗതികവുമാകുന്ന അറിവ് കരഗതമാക്കുന്ന വിഷയത്തിൽ നാം ചെലവഴിക്കണം. വെറുതെ ഒരു സമയവും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത്. പ്രത്യേകിച്ച് ഇപ്പോ മക്കൾക്കൊക്കെ സ്കൂൾ അവധി, വേനൽ അവധിയുടെ സമയമാണ്, വെക്കേഷൻ സമയമാണ്. ഈ ഏപ്രിൽ മെയ് മാസത്തിൽ എന്താണ് നമ്മുടെ മക്കൾക്ക് കൊടുക്കാൻ പറ്റുന്നത്? ഏറ്റവും അനിവാര്യം മദ്രസ വിദ്യാഭ്യാസം. ഈ സമയത്ത് ടൂർ പാക്കേജുകൾ പോകാം എന്ന് രക്ഷിതാക്കൾ ആഗ്രഹിക്കരുത്. മദ്രസകൾ തുറന്നു പ്രവർത്തിക്കുന്ന ഈ സമയത്ത് മദ്രസ വിദ്യാഭ്യാസം ഏറ്റവും അനിവാര്യമാണെന്ന് മനസ്സിലാക്കി ഒരു ദിവസത്തെ ക്ലാസ് പോലും നഷ്ടപ്പെടാതെ എല്ലാ ദിവസവും കൃത്യമായി മക്കൾ വരുന്നുണ്ടോ എന്ന് ചിന്തിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഓരോ രക്ഷിതാവിന്റെയും ആഗ്രഹം മക്കൾ സ്വാലിഹീങ്ങളായി തീരണം, ആബിദീങ്ങളായി തീരണം, ദുനിയാവിലും ആഖിറത്തിലും മക്കളിലൂടെ വിജയം വരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. നമുക്കൊക്കെ ആഗ്രഹം അതാണ്. എല്ലാവരും അതാണ്. ഉസ്താദുമാരെ കാണുമ്പോ മക്കളുടെ വിഷയം എടുത്തു പറയും. സാധാ മകന് വേണ്ടി ദ്വാരക്കണം, സാധാ മകളുടെ വിഷയത്തിൽ ദ്വാരക്കണം, അവരുടെ വിദ്യാഭ്യാസത്തിന്റെ വിഷയത്തിൽ ദ്വാരക്കണം. ഇത് തന്നെ, വേറൊന്നും നമുക്ക് പറയാനില്ല. കാരണം മക്കൾ എന്നുള്ള ഒരു ജനറേഷൻ, അടുത്ത തലമുറ നന്നാവലാണ് ഒരു മനുഷ്യൻ ജീവിതത്തിൽ സമ്പാദിക്കുന്ന ഏറ്റവും വലിയ സമ്പാദ്യം. അതാണ് നമ്മൾ ജീവിതത്തിൽ ഒരുമിച്ച് കൂട്ടുന്ന സമ്പാദ്യങ്ങളിൽ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറയുന്നത് കോടിക്കണക്കിന് സമ്പത്ത് നമ്മുടെ ലോക്കറിലേക്ക് കൊണ്ടുപോയി സൂക്ഷിക്കലല്ല, ബാങ്ക് അക്കൗണ്ടുകളിൽ കൊണ്ടുപോയി ഇടലല്ല, മറിച്ച് ഏറ്റവും വലിയ സമ്പാദ്യം എന്നുള്ളത് നവതലമുറയെ നന്നാക്കുക, പുതിയ തലമുറയെ റെഡിയാക്കുക എന്നുള്ളതാണ്. നമ്മൾ എപ്പോഴും അവകാശപ്പെടും, എന്റെ വാപ്പ സാലിഹാണ്, എന്റെ ഉമ്മ സാലിഹത്താണ്. എല്ലാവർക്കും പറയാനുണ്ടാവും. ഈ സദസ്സിലിരിക്കുന്ന എല്ലാ പ്രായജന ആളുകൾ, ഒരു 40-ന് മുകളിലോട്ടുള്ളവർക്കൊക്കെ പറയാനുള്ളത് എന്താ? എന്റെ വാപ്പ സാലിഹാണ്, വാപ്പ ഉറപ്പായി സ്വർഗത്തിൽ പോകും. കാരണം നല്ല മനുഷ്യനാണ്, 5 വക്ത് നിസ്കരിക്കും. ഓരോ രക്ഷിതാക്കളും വാപ്പായെ കുറിച്ചും ഉമ്മയെ കുറിച്ചും പറയാൻ 100 നാവാണ് അല്ലേ? നമുക്കൊക്കെ പറയാനുള്ളത് വാപ്പ സ്വർഗത്തിലാണ്, ഉമ്മ സ്വർഗത്തിലാണ്. എന്നാ നേരെ ഇതേ മനുഷ്യൻ തന്നെ മക്കളെ കുറിച്ച് പറയുന്നതോ? സാധേ മകന്റെ വിഷയത്തിൽ ഞാനാകെ പേടിയാണ്, അവനാകെ പ്രശ്നമാണ്, ഇപ്പൊ അവന്റെ കൂട്ടുകെട്ടൊക്കെ ശരിയല്ല. മുമ്പ് പറഞ്ഞാൽ അനുസരണയുള്ള മകനാണ്, ഇപ്പൊ ഒട്ടും അനുസരണയില്ല, അനുസരണക്കേട് കാണിക്കുന്നു. എവിടെയാണ് പ്രശ്നം സഹോദരങ്ങളെ? വാപ്പ ശരിയാണ് ഒരു ജനറേഷന് മുമ്പ്, ഒക്കെ അടുത്ത ജനറേഷൻ പ്രശ്നമാണ്. അപ്പൊ നന്നാവേണ്ടത് നമ്മളാണ്, നമ്മുടെ ഈ ഒരു ജനറേഷൻ റെഡിയാവണം. അതുതന്നെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. നമ്മൾ റെഡിയായെങ്കിൽ മാത്രമേ മക്കൾ ശരിയാവുകയുള്ളൂ. നമുക്ക് എവിടെയൊക്കെയോ പിഴ സംഭവിക്കുന്നുണ്ട്, ഒരു ചെറിയ പിഴവ് സംഭവിച്ചു പോകുന്നുണ്ട്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മക്കൾ ഇൻഷാ അല്ലാഹ് റെഡിയാവും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉറപ്പെടുത്തുകയാണ്, ഈ ലോകത്തേക്ക് പ്രസവിച്ചു വീഴുന്നതായ ഓരോ കുട്ടികളും അവർ പരിശുദ്ധരാണ്, പരിശുദ്ധരാണ്. തെറ്റ് ചെയ്ത മക്കളില്ല, മക്കളില്ല. കുല്ലു മൗലൂദിൻ യൂലദു അലൽ ഫിത്റ. ഈ ലോകത്തേക്ക് പ്രസവിച്ചു വീഴുന്നതായ ഓരോ കുട്ടികളും ശുദ്ധ പ്രകൃതത്തിന്മേലാണ് പ്രസവിക്കപ്പെടുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇന്ന് ഈ ലോകത്തേക്ക് പ്രസവിച്ചു വീണതാകുന്ന കുഞ്ഞു വല്ല തെറ്റ് ചെയ്തിട്ടുണ്ടോ? ഒരു തെറ്റുമില്ല. ആ കുഞ്ഞ് പാപസുരക്ഷിതമാണ്. ഈ കുഞ്ഞ് വഴിപിഴച്ചു പോകുന്നത് നബി തങ്ങൾ പറയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ കുട്ടികളുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കണേ, ഗൗനിക്കണേ. ഫഅബവാഹു യുഹവ്വിദാനിഹി ഔ യുനസ്സിറാനിഹി ഔ യുമജ്ജിസാനിഹി. മാതാപിതാക്കളാണ് മക്കളെ വഴികേടിലേക്കാക്കുന്നത്, അവർ ജൂത നസ്രാനികൾ ആകുന്നത്, അവർ യഹൂദികളായി മാറാനുള്ള കാരണം അവർ ഇസ്ലാമിന് എതിരെ നിലകൊള്ളുന്ന നിരീശ്വരവാദിയായ യുക്തിവാദിയായി മാറാൻ കാരണം, അവർ മോശപ്പെട്ട തലത്തിലേക്ക് ശരീരത്തെ കൊണ്ടുപോകാൻ കാരണം രക്ഷിതാക്കളാണ്, രക്ഷിതാക്കളാണ്. അവരുടെ ശ്രദ്ധക്കുറവാണെന്ന് നബിയുനാ റസൂലുള്ളാഹി
വാപ്പായും ഉമ്മായും ശ്രദ്ധിക്കണം. അതെന്താ ഉസ്താദ് ഞങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? അപ്പൊ നമ്മുടെ ശ്രദ്ധ അത് പോരാന്നർത്ഥം. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടും മക്കൾ പിഴവിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രദ്ധ എവിടെയൊക്കെയോ അശ്രദ്ധ വന്നിട്ടുണ്ട്. എവിടെയൊക്കെയോ നിങ്ങളൊന്ന് ചെറുതായിട്ട് കണ്ണടച്ചു, ആ സമയത്ത് മക്കൾ പോയി. അതെവിടെയാണെന്ന് മനസ്സിലാക്കി ആ തെറ്റ് തിരുത്താൻ നമ്മൾ തയ്യാറാണ്. മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് കേവലം നിസ്സാരമായി നമ്മൾ കാണരുത്, വളരെ ഗൗരവമാണ്. പലപ്പോഴും ഇന്നത്തെ തലമുറയിൽ പല ആളുകളും മദ്രസയെ അങ്ങോട്ട് ചവിട്ടിത്താഴ്ത്തി അതിനേക്കാൾ വലുതാണ് അറബി കോളേജുകളും മറ്റുള്ളതാകുന്ന സ്ഥാപനങ്ങളും എന്ന് തെറ്റിദ്ധരിച്ചവർക്കാണ് ഞാൻ ഈ മറുപടി നൽകുന്നത്. ഒരിക്കലും അല്ല. മദ്രസ എന്ന് പറയുന്നത് കുട്ടികൾക്ക് ചെറുപ്പം മുതലേ കൊടുക്കേണ്ട ചില അനിവാര്യമായ വിദ്യാഭ്യാസം, തിരിച്ചറിവുകൾ, അദബുകൾ, ആദാബുകൾ അത് ആ പ്രായത്തിൽ തന്നെ കൊടുക്കണം. അതാണല്ലോ അക്ഷരം എഴുതിക്കുമ്പോൾ നമ്മൾ കൂട്ടക്ഷരം എഴുതുമ്പോൾ ആദ്യം എഴുതുന്നതാ അദബുൻ, മര്യാദ പഠിപ്പിച്ചു കൊടുക്കും. ഒരു കുട്ടിക്ക് ആദരവ് വെച്ചു കൊടുക്കാൻ മര്യാദ, അവിടുന്ന് തുടങ്ങണം കുട്ടികൾ. ഇത് പഠിക്കാതെ മക്കൾ നന്നാവൂല, പുതിയ തലമുറ ശരിയാവൂല. ഇത് പഠിക്കുന്ന കലാലയമാണ് പരിശുദ്ധമാക്കപ്പെട്ട മദ്രസകൾ. ഇത് പഠിക്കുന്നതാകുന്ന ഗുരുകുലത്തിൽ നിന്ന് ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസം നുകരാതെ ഒരിക്കലും മക്കൾ നന്നാവുകയേ ഇല്ല. അല്ലാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങളിൽ ചേർക്കട്ടെ. അവിടെ ഞാൻ ആമുഖമായി എല്ലാവരോടും പറയുന്നു, മദ്രസകൾ തുറന്നു. ഒരൊറ്റ ക്ലാസ് പോലും, ഒരു ദിവസത്തെ ക്ലാസ് പോലും മനഃപൂർവ്വം ഒഴിവായി പോകരുത്. എല്ലാ ക്ലാസ്സുകളും അറ്റൻഡ് ചെയ്യണം. സ്കൂളുകൾ കണ്ടില്ലേ, ഒരു ക്ലാസ് ഒഴിവായി പോയാൽ അപ്പൊ തന്നെ വൈകിട്ട് ആ സ്കൂളിലുള്ള മറ്റേതെങ്കിലും ക്ലാസ്സിലെ കുട്ടികളെ രക്ഷകർത്താക്കൾ വിളിപ്പിക്കും. എത്ര ആത്മാർത്ഥതയാണ് ഉമ്മാക്ക് ആ വിഷയത്തിൽ. ഏതെങ്കിലും രക്ഷിതാവ് അതത് ദിവസത്തെ മദ്രസ വിദ്യാഭ്യാസം നഷ്ടപ്പെട്ടു പോയത് ഇതേപോലെ നോട്ട്സ് ചോദിച്ച ചരിത്രം നമ്മുടെ മഹല്ലത്തിൽ ഉണ്ടായിട്ടുണ്ടോ? താല്പര്യമില്ല. നമ്മൾ 5 ദിവസത്തേക്ക് ലീവ് എടുക്കാൻ പാർക്കിൽ പോകുന്നു, മാളിൽ പോകുന്നു, ബീച്ചിൽ പോകുന്നു, കറങ്ങി നടക്കുന്നു, എല്ലാ സ്ഥലത്തും പോകുന്നു. പോയിട്ട് അവസാനം തിരിച്ചു വരുമ്പോ മദ്രസയിൽ പോകാൻ മടിച്ചു നിൽക്കുന്നതാകുന്ന മക്കളോട് വാപ്പ തന്നെ പറയുന്നു, മോളൊന്നുകൊണ്ടും പേടിക്കണ്ട, ഒരു പേപ്പർ ഇങ്ങോട്ടുകൊണ്ട് വാ, ഞാൻ എഴുതി തരാൻ കത്ത്. എന്നിട്ട് വാപ്പ പച്ച മലയാളത്തിൽ എഴുതുന്നു. 2-3 ദിവസമായിട്ട് കുട്ടികൾക്ക് സുഖമില്ലാതിരുന്നു, അതുകൊണ്ടാണ് വരാതിരുന്നത്. പച്ച കള്ളം പച്ചയ്ക്ക് വാപ്പ പേപ്പറിൽ എഴുതുന്നു, ഉമ്മ ഒപ്പുവെക്കുന്നു. വാപ്പായും ഉമ്മായും ഈ ഏറ്റവും വലിയ കുറ്റത്തിന് സാക്ഷികളാണ്. എന്നിട്ട് മക്കളെ കത്ത് കൊടുത്തു വിടുക. ഈ കത്ത് കൊണ്ടുവന്ന് മദ്രസയിൽ കൊണ്ടുപോയി കൊടുക്കുന്നു. ഉസ്താദിന് അല്ലോൽ അറിയാം ഈ കുട്ടികൾ കറങ്ങി നടന്നാണെന്നൊക്കെ അറിയാം. പക്ഷെ വാപ്പായുമായി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുക. ഈ കുട്ടി എങ്ങനെ സാലിഹാവും സഹോദരൻ? കാരണം എന്താ? മദ്രസയിൽ വിടുന്നത് കളവ് പറയാതിരിക്കാനും പഠിപ്പിക്കാതിരിക്കാനാണ്. പക്ഷെ ഇവിടെ വിടുന്നതാകുന്ന രക്ഷിതാക്കൾ തന്നെ ഏറ്റവും വലിയ കളവിന്റെ ആളുകളായി ഇതാ മാറിയിരിക്കുന്നു. അവിടെയാണ് മഹാനാകുന്ന മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ചരിത്രം പ്രസക്തമാകുന്നത്. വിജ്ഞാനം പഠിക്കാൻ വേണ്ടി പോകുമ്പോ 40 സ്വർണ്ണ നാണയം തന്റെ പ്രിയപ്പെട്ട മകന്റേതാകുന്ന കുപ്പായത്തിന്റെ താഴ്ഭാഗത്ത് കെട്ടിവെച്ച് തുന്നിക്കൊടുത്തിട്ട് പറയാണ്, മോനെ, ജീവിതത്തിൽ ഒരിക്കൽ പോലും കളവ് നീ പറയരുതേ. ഉമ്മ കൊടുക്കുന്ന ഉപദേശം. നമ്മുടെ ഉമ്മമാരും നമ്മുടെ രക്ഷിതാക്കളും നമ്മളും അവർ തമ്മിലുള്ള വ്യത്യാസം അവിടെയാണ്. മുഹയ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു പറയുന്നു, എന്റെ ജീവിത വിജയത്തിന് കാരണമായത് എന്റെ ഉമ്മയുടെ ഉപദേശമാണ്. ജീവിതത്തിൽ ഒരിക്കലും ഞാൻ തമാശക്ക് പോലും കളവ് പറഞ്ഞു